ഹലോ ഗൈസ്, സൈലന്റ് എഫ്സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ദ പോർച്ചുഗീസ് ലെജൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ, ദ ലെജൻഡറി CR7 മറ്റൊരു എപ്പിക് മൈൽ സ്റ്റോൺ കൂടി കടന്നിരിക്കുകയാണ്. യുഎഫ നേഷൻസ് ലീഗിന്റെ ഗ്രൂപ്പ് എ മാച്ച് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മാച്ച് പോർച്ചുഗലിന്റെ ഹോം മാച്ച് ആയിരുന്നു. അതിൽ 34ാമത്തെ മിനിറ്റിൽ ന്യൂനോ മെൻഡസ് ഒരു ലോഫ്റ്റഡ് പാസ് ബോക്സിലേക്ക് എത്തിക്കുന്നുണ്ട് റൊണാൾഡോയ്ക്ക്. അദ്ദേഹം വോളി ഷോട്ട് ഫസ്റ്റ് ടൈം തന്നെ അത് എടുക്കുന്നുണ്ട്. അദ്ദേഹം ഗോളും സ്കോർ ചെയ്യുന്നുണ്ട്. ഒരു ഓർഡിനറി കാഴ്ചയാണ്. പക്ഷേ ഈ ഓർഡിനറി ഗോളിന് വളരെ ഒരു പ്രത്യേകതയുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ഒരു ഗോളോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിലെ 900th ഗോൾ, 900 ഗോള് തികച്ചിരിക്കുകയാണ്. ഗോൾ അടിച്ച ശേഷം തന്നെ അദ്ദേഹം രണ്ട് കൈയും വിരിച്ച് കോർണർ ഫ്ലാഗിൻ്റെ അവിടേക്ക് ഓടുന്നുണ്ട്. സോ എല്ലാവരും എക്സ്പെക്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ സെലിബ്രേഷൻ വരുമെന്നാണ്. പക്ഷെ വന്നില്ല. പകരം അദ്ദേഹം ഒരു വളരെ ഇമോഷണലായി മുട്ടുകുത്തി മുഖം പൊത്തി ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇമോഷണലായിട്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്തത്. ആ ഗോൾ അദ്ദേഹത്തിൻ്റെ പ്ലേയേഴ്സ് എല്ലാം കൂടി വന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നുണ്ട്. സോ ഇറ്റ് വാസ് എ നൈസ് തിങ് ടു സീ. എന്തൊരു മനുഷ്യനെന്ന് നോക്കണേ അല്ലേ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോൾ നേടുന്നത് 2002 ഒക്ടോബർ 7 അദ്ദേഹത്തിൻ്റെ സീനിയർ പ്രൊഫഷണൽ കരിയറിൽ ആദ്യത്തെ ഗോൾ നേടുന്നത്. അത് അദ്ദേഹം അന്ന് കളിക്കുന്നത് സ്പോർട്ടിംഗ് ക്ലബിന് വേണ്ടി പോർച്ചുഗീസ് ലീഗിലാണ്. അതിനുശേഷം 21 വർഷവും 11 മാസവും കഴിഞ്ഞു. 39 വയസ്സുണ്ട് ഇപ്പോൾ ആ മനുഷ്യന് അങ്ങനെ 900th ഗോൾ, ഭൂമിയിൽ മറ്റൊരു പ്ലെയർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു റെക്കോർഡ് അദ്ദേഹം അങ്ങനെ നേടിയിരിക്കുകയാണ്. ദ ഫസ്റ്റ് പേഴ്സൺ എവർ ടു അച്ചീവ് ദിസ് മൈൽ സ്റ്റോൺ. ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതിന് കോൺട്രഡിക്ഷനായിട്ട് രണ്ട് പേരുടെ വാദങ്ങളുണ്ട്. രണ്ടും ലെജൻഡറി പ്ലെയേഴ്സാണ്, പെലെയും റൊമാരിയോയും. ഈ രണ്ട് പ്ലെയേഴ്സും കുറേ കാലമായിട്ട് അവകാശപ്പെടുന്നത് അവർ അവരുടെ കരിയറിൽ 1000-ന് മേലെ ഗോളുകൾ നേടിയെന്നാണ്. പക്ഷേ അത് തെളിയിക്കുന്ന രേഖകളൊന്നും ഇല്ല. അതുമാത്രമല്ല, മിക്കതും അൺസാങ്ഷൻഡ് ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. സോ റെക്കോർഡിക്കലി വിത്ത് പ്രൂഫ് ആൻഡ് എവിഡൻസ് 900 ഗോൾ നേടുന്ന ആദ്യത്തെ പ്രൊഫഷണൽ പ്ലെയറാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇനി നമുക്ക് ക്രിസ്ത്യാനോൻ്റെ ഗോൾ ടാലി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ പോയ വഴി തന്നെ നമുക്ക് പിടിക്കാം. സോ ആദ്യം പോർച്ചുഗലിൽ നിന്ന് പിടിക്കാം. അവിടെ സ്പോർട്ടിംഗ് ലിസ്ബണിൽ 5 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. അതിനുശേഷം 18ാമത്തെ വയസ്സിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അദ്ദേഹം വരികയാണ്. അതും സർ അലക്സ് ഫെർഗൂസന് കീഴിൽ 6 വർഷം അവിടെ കളിച്ചു. 118 ഗോളുകൾ അദ്ദേഹം അവിടെ നേടിയിട്ടുണ്ട്. അതിനുശേഷം 2009 ദ ലെജൻഡറി മൂവ് ടു റയൽ മാഡ്രിഡ്, ദ ലെജൻഡറി കോംബോ റയൽ മാഡ്രിഡ് ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ 2009 തുടങ്ങിയതാണ്. 2018 വരെ ഈ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ അദ്ദേഹം 450 ഗോള് നേടി, വെറും 438 മത്സരങ്ങൾ കൊണ്ട്. റയൽ മാഡ്രിഡിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോററാണ് അദ്ദേഹം. അതിനുശേഷം 2018 വേൾഡ് കപ്പിനൊക്കെ ശേഷം അദ്ദേഹം ഇറ്റലിയിലേക്ക് കൂടുമാറുന്നുണ്ട്. ഇറ്റലിയിലെ യുവൻറ്റസിലേക്കാണ് അദ്ദേഹം ചെല്ലുന്നത്. വെറും 3 വർഷമാണ് അവിടെ കളിക്കുന്നത്. അതിനുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ സെഞ്ചുറി അടിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. 101 ഗോളുകൾ ക്ലബിന് വേണ്ടി, യുവൻറ്റസ് ക്ലബിന് വേണ്ടി അദ്ദേഹം നേടുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 36ാമത്തെ വയസ്സിൽ അദ്ദേഹം 2021 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഴയ ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ഒരു കംബാക്ക് നടത്തിയിരുന്നു. അത്ര നല്ല എൻഡിങ് ആയിരുന്നില്ല. ഒരു 1.5 വർഷം കഷ്ടി അദ്ദേഹത്തിനോട് നിൽക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ആ ഒരു ഗ്യാപ്പിൽ 27 ഗോളുകൾ ക്ലബിന് വേണ്ടി നേടിയിരുന്നു. സോ അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടോട്ടൽ ടാലി നോക്കുകയാണെങ്കിൽ 145 ഗോളുകളാണ് യുണൈറ്റഡിന് വേണ്ടി റൊണാൾഡോ നേടിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം അൽ നാസറിലേക്ക് ചേക്കേറുന്നുണ്ട്, സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നാസറിലേക്ക്. 1.5 വർഷം മുമ്പാണ് അൽ നാസറിലേക്ക് അദ്ദേഹം എത്തുന്നത്. അവർക്ക് വേണ്ടി ഇതുവരെ അദ്ദേഹം 68 ഗോളുകൾ നേടി. ഇനി ഇതൊന്നും കൂടാതെ പോർച്ചുഗൽ നാഷണൽ ടീമിന് വേണ്ടി 131 ഗോളുകൾ, ഇന്റർനാഷണൽ ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 900 കരിയർ ഗോൾസ് ആണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ളത്. ഇനി ഈ ഗോൾസിൽ 66 ഹാട്രിക്സ് ഉൾപ്പെടുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ 64 ഫ്രീ കിക്സും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇനി ഗോൾ സ്കോർ ചെയ്ത രീതി നോക്കുകയാണെങ്കിൽ വലത്തേക്കാലും ഉണ്ട്. റൈറ്റ് ഫുട്ട് കൊണ്ട് അദ്ദേഹം 573 ഗോൾസ് നേടിയിട്ടുണ്ട്. ഇനി വീക്ക് ഫുട്ടായ ലെഫ്റ്റ് ഫുട്ടിൽ അദ്ദേഹം 173 ഗോൾസ് നേടിയിട്ടുണ്ട്. അതിനിപ്പോൾ വീക്ക് ഫുട്ട് എന്ന് പറയാൻ പറ്റൂല. ഹെഡർ വഴി അദ്ദേഹം 152 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഇതൊന്നും പോരാണ്ട് ശരീരത്തിൻ്റെ ഏതോ ഭാഗങ്ങൾ കൊണ്ട് അദ്ദേഹം 2 ഗോൾ കൂടി നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ടോട്ടൽ ഗോൾ സ്കോറിംഗ് പാക്കേജ് ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇത് പറയുമ്പോൾ എനിക്ക് നമ്മുടെ മലയാളത്തിലെ മഹാനടൻ ശ്രീ മമ്മൂട്ടി പറയുന്ന പോലെ, മമ്മൂക്ക ഒരു ഫേമസ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആർത്തിയാണ് അഭിനയത്തിനോട്. അതേപോലെ ഇവിടെയും പറയേണ്ടി വരും, ആർത്തിയാണ് ഈ മനുഷ്യന് ഗോൾ സ്കോറിങ്ങിനോട്, ഈ ഗോൾസിനോട് അത്രയ്ക്കും ആർത്തിയാണ് ഈ മനുഷ്യന്.
ഇനി ഇദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ പാത്വേയും. ഇദ്ദേഹം വന്ന വഴി 17ാമത്തെ വയസ്സിൽ ഇപ്പോൾ സ്പോർട്ടിംഗ് ലിസ്ബണിൽ ഗോളടി തുടങ്ങിയ താരം 18ാമത്തെ വയസ്സിൽ ചെന്ന് കയറുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കാണ്, പ്രീമിയർ ലീഗിലേക്കാണ്. പ്രീമിയർ ലീഗിൻ്റെ പ്രഷർ ഫാൻസിന് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പ്ലേയിങ് പെർഫോമൻസ്, ഫിസിക്കാലിറ്റി, ക്രിട്ടിക്സ്, ഇങ്ങനെ ഒരുപാട് പ്രഷറിൻ്റെ നടുക്ക് നിന്ന് വേണം കളിക്കാനായിട്ട്. അദ്ദേഹം അവിടെ അങ്ങനെ അലക്സ് ഫെർഗൂസിന് കീഴിൽ 6 വർഷം കളിച്ച് തൻ്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി പ്രൂവ് ചെയ്തിട്ടാണ് 2009 റയൽ മാഡ്രിഡിലേക്ക് വരുന്നത്. റയൽ മാഡ്രിഡിൽ പല കോച്ചുകൾക്ക് കീഴിൽ പല പ്ലേയിങ് സ്റ്റൈലിൽ റയൽ മാഡ്രിഡിൻ്റെ റീബിൽഡിംഗ് ഫേസിലെ ഒരു മെയിൻ ആർക്കിടെക്റ്റ് തന്നെയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. അതിനുശേഷം 2018 എടുക്കുമ്പോൾ റയൽ മാഡ്രിഡ് ഇല്ലെങ്കിൽ റൊണാൾഡോ ഇല്ല എന്നുള്ളൊരു പക്ഷത്തിൻ്റെ വായടപ്പിച്ചുകൊണ്ടാണ് 2018 അദ്ദേഹം യുവൻറ്റസിലേക്ക് പോകുന്നത്. യുവൻറ്റസിൽ 3 സീസൺ 3 കോച്ചുമാർ 3 പ്ലേയിങ് സ്റ്റൈലായിരുന്നു. ആ 3 സീസണിലും തൻ്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് 101 ഗോളുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം യുവൻറ്റസിൽ നിന്ന് പടിയിറങ്ങുന്നത്. അതിനുശേഷം 36ാമത്തെ വയസ്സിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പ്രീമിയർ ലീഗിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ ആദ്യമേ തന്നെ ക്രിട്ടിക്സ് വിധിയെഴുതുന്നുണ്ട്. പഴയ റൊണാൾഡോയെ പോലെ പുതിയ റൊണാൾഡോയ്ക്ക് തൻ്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി കണ്ടെത്താൻ പ്രീമിയർ ലീഗിൽ കഴിയില്ല എന്നൊക്കെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സീസണിൽ തന്നെ അദ്ദേഹം 18 പ്രീമിയർ ലീഗ് ഗോൾസാണ് നേടിയത്. അതിനുശേഷം അൽ നാസറിലേക്ക് സൗദിയിലേക്ക് വന്ന അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിൽ 50 ഗോളാണ് ക്ലബിന് വേണ്ടി നേടുന്നത്. സോ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് കീഴിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻവയോൺമെൻറ്റിന് കീഴിൽ നിന്നും മാത്രം ഫെയർ ചെയ്ത ഒരു താരമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ. പല സിസ്റ്റംസ്, പല രാജ്യങ്ങൾ, പല കോച്ചസ്, പല പ്ലേയിങ് സ്റ്റൈൽസ്, എന്തിന് വെവ്വേറെ കോണ്ടിനെൻറ്റ്സ്, ഇതിലെല്ലാം തൻ്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, താൻ ഒരു കോട്ടവും വരുത്തില്ല എന്നുള്ള രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിവ് തെളിയിച്ച ഒരു കരിയറാണ് ക്രിസ്ത്യാനോൻ്റെ. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസിയും ലോഞ്ചിവിറ്റിയുമാണ്. 2002 പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഈ താരം ഇപ്പോൾ 2024 39 വയസ്സായി ഇദ്ദേഹത്തിന്. ഇതേപോലത്തെ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള പ്ലെയറിന് വേണമെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ബൂട്ട് അഴിച്ച് കെട്ടി തൂക്കാമായിരുന്നു, റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ് അത്രത്തോളം ഉണ്ട്. കാരണം നോക്കുകയാണെങ്കിൽ 5 ബാലൻഡിയോർ ഉണ്ട്, 5 UEFA ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, ലാ ലീഗയുണ്ട് 2 വട്ടം നേടിയത്, പ്രീമിയർ ലീഗ് ഉണ്ട് 3 വട്ടം, സിരിയ ഉണ്ട് 2 വട്ടം, അതേപോലെ പോർച്ചുഗലിൻ്റെ കൂടെ UEFA യൂറോ കപ്പ് നേടിയിട്ടുണ്ട്, UEFA നേഷൻസ് ലീഗ് നേടിയിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗ് റെക്കോർഡ് ഗോൾ സ്കോററാണ് ഇദ്ദേഹം, ഇന്റർനാഷണൽ ഗോൾ സ്കോറിലെ റെക്കോർഡ് ഹോൾഡറാണ് ഇദ്ദേഹം, റയൽ മാഡ്രിഡിൻ്റെ ഗ്രേറ്റസ്റ്റ് ഗോൾ സ്കോറർ എവറാണ് അദ്ദേഹം. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുണ്ട് പ്രീമിയർ ലീഗിലും ലാ ലീഗിലും സിരിയയിലും. അതുകൂടാതെ തന്നെ ഫിഫ ബെസ്റ്റ് അവാർഡ് നേടിയിട്ടുണ്ട്, UEFA അവാർഡ്സ് നേടിയിട്ടുണ്ട്. സോ ഒരു ലെജൻഡറി കരിയർ ഉള്ള ഈ താരം സ്റ്റിൽ ഗോയിങ് ഓൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു ആർത്തിയാണ് ഈ ഗോൾ സ്കോറിങ്ങിനോട്. അത് അദ്ദേഹത്തിൻ്റെ ഈ ഗോൾ സ്കോറിങ് കഴിഞ്ഞുള്ള സെലിബ്രേഷൻസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ പോലും ഈ ഒരു പ്രായത്തിൽ പോലും ഗോൾ സ്കോർ ചെയ്തതിനു ശേഷം സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടാൽ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ യങ് പ്ലേയേഴ്സ് അവരുടെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതേ അഗ്രസീവ്നെസ്സും എനർജിയും നമുക്ക് കാണാൻ പറ്റും. ചില ഫുട്ബോൾ പ്രേമികൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ പറയും അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ബെസ്റ്റായ ഒരു കാര്യത്തിൽ അത് ആ കരിയറിൻ്റെ തുടക്കത്തിൽ കണ്ട അതേ സ്പിരിറ്റോട് കൂടി അതേ സ്നേഹത്തോടു കൂടി ഇപ്പോഴും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ആ ഒരു കാര്യത്തെ കാണാനും എൻജോയ് ചെയ്യാനും കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു ഈ അടുത്ത്. ആ യൂട്യൂബ് ചാനലിൽ നടന്ന ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 900 ഗോൾസ് നേടുക എന്ന മൈൽ സ്റ്റോണിന് ശേഷം തൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ഗോൾ തയ്ക്കുക എന്നുള്ളതാണ്. സോ ഇതാണ് ഒരു ഗ്രേറ്റ് പ്ലെയറിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു മൈൽ സ്റ്റോൺ കഴിയുമ്പോൾ തന്നെ അടുത്ത മൈൽ സ്റ്റോൺ ഉള്ള ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ ആ ഒരു കാര്യത്തിൽ. റൊണാൾഡോ അടുത്തൊന്നും ബൂട്ടഴിക്കും എന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അറിയിച്ചതനുസരിച്ച് 2026 വേൾഡ് കപ്പിലും പോർച്ചുഗൽ ടീമിൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചത്. 2 കൊല്ലം കൂടി ഉണ്ട് ഇനി വേൾഡ് കപ്പിന്. 41 വയസ്സാകും അദ്ദേഹത്തിന് അപ്പോൾ. സോ ഇനിയുമുള്ള കുറച്ച് വർഷങ്ങളും കൂടി, കുറച്ച് സീസൺസ് കൂടി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗെയിം എൻജോയ് ചെയ്യാൻ കഴിയും. സോ ദ ബെസ്റ്റ് ഗോൾ സ്കോറർ ഇനിയും ധാരാളം ഗോളുകൾ നേടി അദ്ദേഹത്തിൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവെച്ച് ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. സോ CR7 ഈ 900 ഗോൾ മൈൽ സ്റ്റോൺ കടന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതേപോലെ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഫേസിലേക്ക് എത്തുകയാണ്. സോ ഈ ഒരു ഫേസിൽ നിങ്ങൾ അദ്ദേഹത്തിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട്സ് അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
അതേപോലെ ഈ ചാനൽ റെഗുലറായി വരുന്ന ഫുട്ബോൾ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിനെല്ലാം പ്രത്യേകിച്ച് CR7 ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് ഫൈനലി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.